നമസ്കാരം. ഇന്ന് നമ്മൾ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിലെ 59ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ കോണുകളും വികരണങ്ങൾക്കിടയിലുള്ള കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ ഇതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ചതുർഭുജത്തിൻ്റെ ഒരു 3 കോണിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കോണുകളും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ വികരണങ്ങൾക്കിടയിലുള്ള കോണുകളും നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആദ്യം ഞാൻ ഈ ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കണം. ചെറുതായിട്ട് ഒരു വൃത്തം വരച്ചു. അത് ഞാൻ ബി സി ഒന്ന് മാർക്ക് ചെയ്യാണ്. ബിയും സിയും ഒന്ന് മാർക്ക് ചെയ്യാണ്. ആ ബിയും സിയും ഉണ്ടാക്കുന്ന കോണുകളും ഒന്ന് മാർക്ക് ചെയ്യുന്നു. നമുക്കറിയാം ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 50 ആണെങ്കിൽ ഇത് 50 ആണെങ്കിൽ ഇതും എന്തായിരിക്കും 50 ഡിഗ്രി തന്നെയായിരിക്കും. അതായത് ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. ആംഗിൾ സി ഡി ബി 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എ ബിയും എന്തായിരിക്കും 50 ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്. അതുപോലെ തന്നെ ഈ കോൺ ആംഗിൾ ഡി സി എ 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി സി എ 30 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും? ഇത് 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? അതും ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ ഡി ബി എ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? അത് ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്. വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു വൃത്തമാണ്. അതിൽ എ ഡി എന്ന ചാപം, അതിൻ്റെ മറുചാപത്ത് ഉണ്ടാക്കുന്ന കോണാണ് 30 ഡിഗ്രിയും സി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഡിഗ്രി ആംഗിളാണ് 30 ഡിഗ്രി. അതുപോലെ തന്നെ ബി എന്ന പോയിന്റിലും ഉണ്ടാക്കുന്ന കോണാണ് 30 ഡിഗ്രി. ഇത് തുല്യമായുള്ള കാരണം ഞാൻ പറഞ്ഞ എന്താണ്? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ആംഗിൾ സി ബി ഡി, ആംഗിൾ സി ബി ഡി 45 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ അതിന് തുല്യമായിട്ട് ഏതായിരിക്കും? ആംഗിൾ സി എ ഡിയും എന്തായിരിക്കും? സി എ ഡിയും 45 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളായതുകൊണ്ട് ഇതും 45 ഡിഗ്രി ആയിരിക്കും. അതിൽ നമ്മളിത് അടുത്ത പറഞ്ഞിരിക്കുന്നതാണ് വികരണങ്ങൾക്കിടയിലുള്ള കോണുകൾ കണ്ടുപിടിക്കാനാണ്. ഇപ്പം ഞാനിവിടെ ആംഗിൾ എ ഒ ബി കണ്ടുപിടിക്കാനും. ആംഗിൾ എ ഒ ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഈ എ ഒ ബി ഒരു ത്രികോണമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളുടെയും തുക എന്തായിരിക്കും? 150 ആയിരിക്കും. പക്ഷെ 180 ആയിരിക്കും. ഇവിടെ 2 കോണുകൾ തന്നിട്ടുണ്ട് 80, 50, 30, അതിനോട് 80 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 നിന്നും 80 കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എത്ര വരും? 100 ഡിഗ്രി ആയിട്ട് വരും അല്ലേ? ഇപ്പോൾ നമുക്ക് ആംഗിൾ എ ഒ ബി എന്താക്കാം? 100 ഡിഗ്രി ആയിട്ട് പറയാം. അതുപോലെ തന്നെ ആംഗിൾ ഡി ഒ സി നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഡി ഒ സി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. ഈ ആംഗിൾ എത്ര വരും? അതും 100 ഡിഗ്രി ആയിട്ട് വരും അല്ലേ? കാരണം എന്താണ്? ഇവിടെ 50, 30 ആണ്. ഇപ്പോൾ ബാലൻസ് എത്ര വരിക? 180 നിന്നും 50, 30 മൈനസ് ചെയ്ത് നമുക്ക് ബാക്കി ബാലൻസ് ആയിട്ട് 100 വരും. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 100 ആയിട്ട് വരും. നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ അനുപൂരകങ്ങളായിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ഡിയും അതുപോലെ തന്നെ ആംഗിൾ ബിയും കൂടി എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ? 180 കിട്ടണം. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയ 180 കിട്ടണം. ഇവിടെ നമുക്കറിയാം ആംഗിൾ ഡിയിലെ ഈ ഒരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആംഗിൾ ഡി ആയിട്ട് തന്നെ എഴുതാണ്. ആംഗിൾ ബി എത്രയാണ്? ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 30ൻ്റെയും 45ൻ്റെയും കൂടി സമ്മാണ്. അത് എത്ര വരും? 75 വരും അല്ലേ? 75. അപ്പം ഡി കിട്ടാൻ ഏതായി? ആംഗിൾ ഡി കിട്ടാനായിട്ട് 180 നിന്നും 75 കുറച്ചാൽ മതി. 180 നിന്നും 75 കുറയ്ക്കാൻ നമുക്ക് എത്ര കിട്ടും? 105 കിട്ടും. അപ്പം ആംഗിൾ ഡി മൊത്തത്തിൽ നമുക്കറിയാം 105 ഡിഗ്രിയാണ്. അതിൻ്റെ ഈ ഭാഗം 50 ഡിഗ്രി ആണെങ്കിൽ ബാലൻസ് എത്രയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതാം ആംഗിൾ എ ഡി ബി എത്രയാണ്? 55 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വികരണങ്ങൾക്കിടയിലുള്ള ഈ കോൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ട്രയാങ്കിൾ എ ഡി ഒ കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കോണുകളുടെയും തുക 180 ആയിരിക്കും. അപ്പോൾ 180 നിന്നും ഈ 2 കോണുകൾ മൈനസ് ചെയ്ത് നമുക്ക് ഇത് കിട്ടും. അതായത് ആംഗിൾ എ ഒ ഡി എത്രയായിരിക്കും? എ ഒ ഡി എന്ന് പറഞ്ഞത് 180 നിന്നും 55ൻ്റെയും 45ൻ്റെയും
സമ്മ് മൈനസ് ചെയ്യുക. അതായത് 45 പ്ലസ് 55 കുറയ്ക്കുക. എത്ര കിട്ടും നമുക്ക്? അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 80 കിട്ടും. അപ്പോൾ നമുക്ക് ആംഗിൾ AOD, ഈ ആംഗിൾ നമുക്ക് എത്ര പറയാം? 80 ഡിഗ്രി എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ആംഗിളോട് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ തത്വം ഉപയോഗിക്കുകയാണ്. എന്താണ്? ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടി എത്ര വരും? 180 വരും. ഇവിടെ നമുക്കറിയാം ആംഗിൾ എ എത്രയാണ്? ആംഗിൾ എ എന്ന് പറയുന്നത് 50 പ്ലസ് 45 95 ഡിഗ്രി എന്നറിയാം. ആംഗിൾ സി നമുക്ക് മൊത്തത്തിൽ അറിയത്തില്ല. അപ്പോൾ ഞാനത് ആംഗിൾ സി ആയിട്ട് എഴുതാണ്. ഈക്വൽ ടു 180 കിട്ടും. അതായത് ആംഗിൾ സി എത്രയായിരിക്കും? ആംഗിൾ സി എന്ന് പറയുന്നത് 180 നിന്നും 95 കുറയ്ക്കുന്നതാണ്. 180 നിന്നും 95 കുറയ്ക്കുന്നതാണ്. നമുക്ക് എത്ര കിട്ടും? 85 വരും. 85 വരും. അപ്പം ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ സി എന്ന് പറഞ്ഞ ആംഗിൾ മൊത്തത്തിൽ നമുക്കറിയാം 85 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഒരു ഭാഗം കിട്ടാൻ 30 നമുക്ക് 85 മൈനസ് ചെയ്ത് നമുക്കിവിടെ 55 ഡിഗ്രി എന്ന് തന്നെ കിട്ടും. ഇനിയോ ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ആംഗിൾ COB നമുക്ക് എത്രയാണ്? നമുക്കറിയാം എതിർകോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഇത് 80 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ COB എന്ന് പറയുന്നതും 80 ഡിഗ്രി ആയിരിക്കും. അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറം കോൺ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. നമ്മളത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ചക്രീയ ചതുർഭുജത്തിന്റെ ഏത് മൂലയിലെയും പുറം കോൺ അതിന്റെ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കാനാണ്. അപ്പോൾ ഞാൻ ഈ ചക്രീയ ചതുർഭുജത്തിന് ഒരു പേര് കൊടുക്കുകയാണ്. ABCD എന്നും ഈ പുറത്തെ ഈ പോയിന്റിന് ഞാൻ E എന്നും പേര് കൊടുക്കുകയാണ്. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ പുറംകോൺ എന്ന് പറയുന്നത് ഏതൊരു മൂലയിലെയും പുറംകോൺ എന്ന് പറയുന്നത് അതിൻ്റെ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമാണെന്നാണ്. അപ്പോൾ ഈ ചിത്രത്തിലാണെങ്കിൽ ആംഗിൾ CBE ഈക്വൽ ടു ആംഗിൾ ADC എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തെളിയിക്കാൻ പോവാണ്. നമുക്കറിയാം ഒരു ചക്രീയ ചതുർഭുജത്തിലെ എതിർ മൂലകൾ എന്താണ്? അനുപൂരകങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആംഗിൾ ADC ഈക്വൽ ടു എന്താണ്? ആംഗിൾ ADC ഈക്വൽ ടു ആംഗിൾ ADC പ്ലസ് ആംഗിൾ ABC എന്ന് പറഞ്ഞത് 180 ഡിഗ്രിയാണ് അല്ലേ? ഈ രണ്ട് ആംഗിൾസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. അതിന് കാരണം എന്താണ്? ചക്രീയ ചതുർഭുജത്തിലെ എതിർ മൂലകൾ അനുപൂരകങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതെടുക്കാം, ഈ ഒരു ഭാഗം എടുക്കാം. അവിടെ ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. കാരണം എന്താണ്? അത് രേഖീയ ജോഡികളാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ആ കോണളവ് എത്രയാണ്? 180 ആണ്. അപ്പോൾ നമുക്ക് അതെന്ന് പറയുന്നത് ഈ കോണിൻ്റെയും അതുപോലെ തന്നെ ഈ കോണിൻ്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ആംഗിൾ ABCയും ആംഗിൾ CBE എന്താണ്? രേഖീയ ജോഡികളാണ്. നമുക്കിവിടെ അറിയാം ആംഗിൾ ABCൻ്റെ കൂടെ CBE കൂട്ടുമ്പോഴും 180 ആണ് കിട്ടുന്നത്. ആംഗിൾ ABCൻ്റെ കൂടെ ആംഗിൾ ADC കൂട്ടുമ്പോഴും 180 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂവിൻ്റെ കൂടെ ഈ ആംഗിളിൻ്റെ കൂടെ ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആംഗിൾ CBEയും അതുപോലെ തന്നെ ആംഗിൾ ADയും എന്താണ്? ഈക്വൽ അല്ലേ? ഈക്വൽ ആയല്ലേ അത് രണ്ടും കൂടി കൂട്ടി നമുക്ക് 180 കിട്ടത്തുള്ളൂ. എന്നൊക്കെ അതിന് ഡൗട്ട് മാറ്റാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ 10ൻ്റെ കൂടെ X കൂട്ടുമ്പോൾ എനിക്ക് 15 കിട്ടുന്നു. അതേപോലെ തന്നെ Yൻ്റെ കൂടെ ഞാൻ 10 കൂട്ടുമ്പോഴും എനിക്ക് 15 കിട്ടുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ Xഉം Yയും എന്താണ്? തുല്യമാണ്. എത്രയ്ക്ക് ആൻസർ വരിക? Xൻ്റെയും Yൻ്റെയും വാല്യൂ എപ്പോഴും ഇവിടെ നോക്കുകയാണെങ്കിൽ X 5 ആയിരിക്കും, Yയും 5 ആയിരിക്കും. അപ്പോൾ അത് രണ്ടും തുല്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആംഗിൾ ABCൻ്റെ കൂടെ ഈ രണ്ട് സ്ഥലത്തും ആംഗിൾ ABCൻ്റെ കൂടെ ആംഗിൾ ADE കൂട്ടുമ്പോഴും ആംഗിൾ CBE കൂട്ടുമ്പോഴും നമുക്ക് 180 കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആംഗിൾ ADCയും അതേപോലെ തന്നെ ആംഗിൾ CBEയും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ആയാലേ ആംഗിൾ ABCൻ്റെ കൂട്ടുമ്പോൾ 180 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതല്ല നമ്മളെ ക്വസ്റ്റിനെ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്,
ചതുരമല്ലാത്ത സാമാന്ത്രികങ്ങളൊന്നും ചക്രീയമല്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു സാമാന്ത്രികം വരച്ചിട്ടുണ്ട്. അതിന് പേര് കൊടുത്തു ABCD എന്ന്. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ചതുരമല്ലാത്ത സാമാന്ത്രികങ്ങളൊന്നും ചക്രീയമല്ല എന്നാണ് തെളിയിക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ഈ സാമാന്ത്രികം ചക്രീയമാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എടുത്താൽ എന്ത് പറ്റുമെന്ന് നോക്കുകയാണ്. ചക്രീയമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ചക്രീയമാണെങ്കിൽ പ്രത്യേകം എന്തായിരിക്കും? ആംഗിൾ സിയും അതുപോലെ തന്നെ ആംഗിൾ എയും എന്തായിരിക്കും? അത് അനുപൂരകങ്ങളായിരിക്കും. ഇപ്പോൾ രണ്ടോട് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു സാമാന്ത്രികമായതുകൊണ്ട് തന്നെ ആംഗിൾ സിയും അതുപോലെ തന്നെ ആംഗിൾ എയും എന്താണ്? ഈക്വലാണ്. അതിന് നമ്മൾ സമ്മം 180 രണ്ടും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ സിയും ആംഗിൾ എയും എന്തായിരിക്കും? 90 ആയാലും ഇത് ഈക്വലും അതുപോലെ തന്നെ സമ്മം 180 ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഗിൾ എയും അതുപോലെ തന്നെ ആംഗിൾ സിയും നമുക്ക് എന്ത് പറയാം? 90 ഡിഗ്രി എന്ന് പറയാം. അതുപോലെ തന്നെ ആംഗിൾ ബിൻ്റെയും ആംഗിൾ ഡിൻ്റെയും കേസ് എടുക്കാം. അതൊരു ചക്രീയമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എതിർക്കോണുകൾ അനുപൂരകങ്ങളായതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? ആംഗിൾ ഡിയും കൂടി കൂട്ടി നമുക്ക് 180 കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം സാമാന്ത്രികമായതുകൊണ്ട് തന്നെ ആ രണ്ട് എതിർക്കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ആംഗിൾ ബിയും ആംഗിൾ ഡിയും തുല്യമാണ് നമുക്ക് എഴുതാൻ പറ്റി. അതുപോലെ തന്നെ ഇത് രണ്ട് തുല്യമാണ്. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണമെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടുത്തെ എന്താണ്? നമ്മൾ ഇവിടെ എടുത്തത് നമ്മളിത് ചക്രീയമാണെന്നാണ്. അങ്ങനെ എടുത്താൽ നമുക്ക് ഓരോന്നിൻ്റെ ആംഗിൾ കിട്ടി 90 ഡിഗ്രി 90 ഡിഗ്രി എല്ലാം 90 ഡിഗ്രി കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു സാമാന്ത്രികത്തിന് എല്ലാ കോണും 90 ഡിഗ്രി ആവുമോ? അങ്ങനെ ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും? ചതുരത്തിൻ്റെ മാത്രമല്ല എല്ലാ കോണും 90 ഡിഗ്രി ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തത് എന്താണ്? സാമാന്ത്രികം ചക്രീയമാണ് നമ്മൾ എടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വെച്ച് കിട്ടി. അങ്ങനെ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ അതെന്താണ്? അതൊരു ചതുരമായി മാറും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ചതുരമല്ലാത്ത സാമാന്ത്രികങ്ങളൊന്നും ചക്രീയമല്ല നമുക്കിവിടെ തെളിഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമപാർശ്വമല്ലാത്ത ലംബങ്ങളെല്ലാം ചക്രീയമല്ല എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പം ഞാനൊരു ചിത്രം വരച്ചു, എന്നിട്ട് അതിന് പേര് കൊടുത്തു ABCD എന്ന്. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ AB-യും അതുപോലെ തന്നെ CD-യും പാരലൽ നമുക്കറിയാം അല്ലേ? ഇനിയോ വേറെന്താ അറിയാം? ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടി നമുക്ക് 180 കിട്ടുന്നറിയാം. കാരണം എന്താണ്? അത് സമീപ ആന്തര കോണുകളാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടി നമുക്ക് 180 കിട്ടുന്നറിയാം. ഇനിയോ ഈ ലംബകം സമപാർശ്വമല്ലാത്തതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ല എന്ന് നമുക്കറിയാം. അതായത് നോട്ട് ഈക്വൽ ടു നമുക്കറിയാം. ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി നമുക്കറിയാം. ഇനിയോ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് ചക്രീയമല്ല എന്നാണ്. ചക്രീയമാണെങ്കിൽ എന്തൊക്കെ പ്രത്യേകത? എതിർക്കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. അങ്ങനെ ആകുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി ഒന്ന് കൂട്ടുകയാണ്. ഇത് കൂട്ടുമ്പോൾ 180 കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? അനുപൂരകമല്ല എന്ന് തെളിയിക്കേണ്ടത്. കാരണം ഇവിടെ നമുക്കറിയാം ആംഗിൾ ഡിൻ്റെ കൂടെ ആംഗിൾ എ കൂട്ടുമ്പോൾ എന്താകത്തുള്ളത്? 180 ആവത്തുള്ളൂ. വേറൊരു കാര്യം അറിയാം, ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്? ഈക്വൽ അല്ല എന്നറിയാം. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുമോ? കാരണം എന്താണ്? 180 കിട്ടത്തില്ല. കാരണം എന്താണ്? ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ അത് രണ്ടും ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടത്തില്ല. ഓക്കെ, നമുക്കിവിടെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി കിട്ടില്ല നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത എതിർക്കോണുകൾ നോക്കുകയാണ്. ആംഗിൾ സിയും ആംഗിൾ എയും. നമ്മൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി ഒന്ന് കൂട്ടുകയാണ്. അങ്ങനെ നമുക്ക് കൂട്ടിയാൽ 180 കിട്ടുമോ? അല്ലെങ്കിൽ ആ രണ്ട് എതിർമൂലകൾ അനുപൂരകങ്ങളാണോ? നമുക്കറിയാം അല്ല എന്ന് കിട്ടും. കാരണം എന്താണ്? അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടില്ല എന്നറിയാം. കാരണം എന്താണ്? നമുക്കറിയാം ആംഗിൾ ബിയും ആംഗിൾ സിയും അല്ലേ? ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. കാരണം എന്താണ്? അത് രണ്ടും സമീപ ആന്തര കോണുകളാണ്. അപ്പം നമ്മളിവിടെ ബിക്ക് പകരമാണ് ഇവിടെ ആംഗിൾ എ എടുക്കുന്നത്. വേറെ കാര്യം നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ല എന്നറിയാം. അപ്പം ആംഗിൾ സിൻ്റെ കൂടെ ആംഗിൾ ബി കൂട്ടുമ്പോഴാണ് 180 കിട്ടുന്നത്. പക്ഷെ നമ്മളിവിടെ എടുത്തത് ആംഗിൾ സിൻ്റെ കൂടെ ആംഗിൾ എ കൂട്ടുന്നു. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുമോ? കിട്ടില്ല. കാരണം ആംഗിൾ ബിയും ആംഗിൾ എയും തുല്യമല്ലാത്തതുകൊണ്ട് തന്നെ ആംഗിൾ സിൻ്റെ കൂടെ ആംഗിൾ എ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് 180 കൂടുതലാകാം, അല്ലെങ്കിൽ അത് 180 കുറവാകാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് എ സിയും ബി ഡിയും ആ രണ്ട് എതിർമൂലകൾ അനുപൂരകങ്ങളല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ചക്രീയമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സമപാർശ്വമല്ലാത്ത ലംബങ്ങൾ ചക്രീയമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ ഇടുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.